നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി 50 നമുക്കിന്ന് കാണാം. ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഡൗൺ ആണ് തന്നത്. മോർ ദാൻ ഐ തിങ്ക് 5% ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് മാർക്കറ്റ് കൊടുത്തത്. തീർച്ചയായിട്ടും ഇത് കാണുമ്പോൾ പലർക്കും തോന്നുക മാർക്കറ്റ് ഇനിയും താഴത്തേക്ക് തന്നെ മൂവ് ചെയ്യാം എന്നതായിരിക്കാം. എന്നാൽ ഈ ഗ്യാപ്പ് ട്രേഡിങ്ങിൻ്റെ ഒരു തിയറി പറയുന്നത് ഇങ്ങനെയാണ്: 90% ഓഫ് ടൈം, അല്ലെങ്കിൽ 70-നും 90-നും ഇടയിൽ ശതമാനം സമയങ്ങളിലും ഗ്യാപ്പുകൾ മാർക്കറ്റ് ഫില്ല് ചെയ്യാറുണ്ട്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ലിംഗ് ഒന്നും നടന്നിട്ടില്ല എങ്കിലും ഗ്യാപ്പ് ഡൗൺ ചെയ്ത് ഓപ്പൺ ചെയ്ത അവിടെ നിന്നും മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത് 1.85% മുകളിൽ കയറിയാണ് ക്ലോസിംഗ് തന്നിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ലോ ടു ഹൈ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2.28% അപ്പ് മൂവ് മാർക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 70%-ലധികം സമയവും, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 90% ഓഫ് ടൈം വരെ മാർക്കറ്റ് ഗ്യാപ്പുകൾ ഫിൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഗ്യാപ്പുകൾ വെച്ചാൽ നമുക്കറിയാം രണ്ട് കാര്യമേ സംഭവിക്കാനുള്ളൂ. നമ്മളൊരു ട്രേഡ് എടുത്താൽ ഒന്നെങ്കിൽ ലോസ് അടിക്കും, അതല്ല എങ്കിൽ പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു റിസ്ക് എടുത്തുകൊണ്ട്, റിസ്ക് റിവാർഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്യാപ്പ് എങ്ങോട്ടേക്കാണോ, ഇപ്പോൾ ഗ്യാപ്പ് അപ്പാണെങ്കിൽ ഷോർട്ട് സെല്ല് ചെയ്യാനും ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ലോങ് പോകാനും നമുക്ക് സാധിക്കേണ്ടതാണ്. പക്ഷേ അത് തിയറി നമ്മൾ പഠിച്ചത് കൊണ്ട് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലായ്പ്പോഴും വെളിയിൽ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. സമയമെടുക്കും. മാർക്കറ്റുകൾ നമ്മൾ കണ്ട് പഴകി എക്സ്പീരിയൻസ്ഡ് ആകുമ്പോൾ മാത്രമേ ഇതിനോടൊക്കെ നമുക്ക് കൃത്യമായ രീതിയിൽ പ്രതികരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്നിപ്പോൾ നമ്മളുടെ ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഇന്ന് കിട്ടിയിട്ടുള്ളത് നമ്മളുടെ 1 പോർഷൻ ലോസ് ആണ്. നിങ്ങൾക്കിവിടെ കാണാം. ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഗ്യാപ്പ് ഡൗൺ വെച്ചു. ഇന്ന് ഈ ഒരു സ്റ്റോക്കിൽ ഇത് ഗ്യാപ്പ് ഫില്ല് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ കാണാം. കഴിഞ്ഞ ദിവസത്തെ ക്ലോസിംഗ് പോയിന്റിലേക്ക് വന്നത് ടച്ച് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് അത് ഗ്യാപ്പ് ഫില്ല് ചെയ്തു എന്നർത്ഥം. അപ്പോൾ ഈ 70% സമയം ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്ന് പറഞ്ഞ് ഇതിനകത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വലിയൊരു ഗ്യാപ്പാണ് തന്നത്. നിയർലി ഒരു 6%, 5% അബോവ് ഗ്യാപ്പ് ഇവിടെ തന്നു. ഓപ്പൺ ചെയ്ത് അവിടെ നിന്നും പിന്നെ കണ്ടിന്യൂസ് ഒരു മൂവ് ആയിരുന്നു. അത് വൺ സൈഡഡ് മൂവ് കൊടുത്തേക്കുന്നത് നമുക്കിവിടെ കാണാം. ലോയിൽ നിന്നും വൺ സൈഡഡ് മൂവ്, അത് 4.5% വൺ സൈഡായിട്ട് മൂവ് ചെയ്തു. നമ്മളിവിടെ ചെയ്തത്, നമ്മളുടെ തിയറി എന്തൊക്കെ പറഞ്ഞാലും മാർക്കറ്റ് പല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്. നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും മാർക്കറ്റിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസ് അനുസരിച്ചിട്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇനി അതിന് അപ്പുറത്തേക്ക് ഒരു കാര്യം നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ അത്ര അങ്ങോട്ട് ആയിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ്ലി റൂൾസിനെ ഡിപ്പെൻഡ് ചെയ്യുവാണ്. എനിവേ, ഇന്ന് പ്രോഫിറ്റ് ആയാലും ശരി ലോസ് ആയാലും നമ്മൾ ചെക്ക് ചെയ്യുന്ന ഒറ്റ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ: നമ്മുടെ അച്ചടക്കം നമ്മൾ പാലിച്ചിട്ടുണ്ടോ ഇല്ലയോ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് ഹിറ്റ് ചെയ്ത സമയത്ത് ഇവിടെ നിന്നും ഒരു ഷോർട്ട് സെല്ലാണ് നമ്മളിന്ന് ഫസ്റ്റ് ക്യാൻഡലിൽ ചെയ്തത്. അപ്പോൾ ഷോർട്ട് സെല്ല് ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കാണാം ഇവിടെ നിന്നും സെല്ല് ചെയ്തു. ആ ഒരു ക്യാൻഡിൽ തന്നെ മുകളിലേക്ക് വന്ന് മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസും തന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഈ മാർക്ക് ചെയ്തേക്കുന്ന മാർക്കിങ്ങുകളെല്ലാം ആക്ച്വലി നമ്മളിന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം വരച്ചിട്ടുള്ള അടയാളപ്പെടുത്തലുകളാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ എൻട്രി എടുത്ത പോയിൻ്റ് എന്തായാലും സ്റ്റോപ്പ് ലോസ് ആ ക്യാൻഡിൽ തന്നെ അടിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് 2x ലിവറേജ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ എടുക്കുന്ന ക്വാണ്ടിറ്റിയുടെ പകുതി ക്വാണ്ടിറ്റിയാണ് ഓട്ടോമാറ്റിക്കലി പ്ലേസ്ഡ് ആയത്. സോ ദാറ്റ് നമുക്ക് സെക്കൻഡ് ഒരു എൻട്രിയും കൂടെ എടുക്കാൻ പറ്റി. അതായത് ആ 2 എൻട്രികളും കണ്ടിന്യൂസ് സ്റ്റോപ്പ് ലോസ് അടിച്ചാലേ ഇന്ന് നമുക്ക് 1 പോർഷൻ ലോസ് വരിക ഉള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സെക്കൻഡ് ട്രേഡ് എടുത്തു. സെക്കൻഡ് ട്രേഡ് ചെയ്തത് ഇതേ ക്യാൻഡിലിൽ നമ്മൾ സെല്ല് ചെയ്തു. അത് നമുക്ക് ലോസ് അടിച്ചു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വീണ്ടും ബൈ ചെയ്തു. സെക്കൻഡ് ക്യാൻഡിലിൽ നമ്മൾ ബൈ ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാം, നമ്മൾ ബൈ ചെയ്ത സ്ഥലത്ത് നിന്ന് പോലും താഴത്തേക്ക് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് 0.5% എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോയത്. അതായത് ഇത് താഴെ വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ലായിരുന്നു എങ്കിൽ നമുക്കിന്ന് മുകളിലേക്ക് 1% പ്രോഫിറ്റ് ആ ട്രേഡിൽ കിട്ടേണ്ടതായിരുന്നു. പക്ഷേ ഇതുപോലുള്ള ദിവസങ്ങളിൽ
ആദ്യമേ തന്നെ നമുക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത്രയും ഗ്യാപ്പ് ഡൗൺ വെച്ചപ്പോൾ തന്നെ ഇന്ന് ട്രേഡ് ചെയ്യണമോ വേണ്ടയോ. കാരണം നമ്മൾ നമ്മുടെ റിസ്ക് റിവാർഡ് കൃത്യമായി പാലിച്ചു പോവുകയാണ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമ്മളെല്ലാം ഇപ്പോഴും 0.5% സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യുവാണ്. അപ്പോൾ അത് ചെയ്യാതിരിക്കാൻ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ആവതില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊരു ട്രേഡും ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. 0.5% സ്റ്റോപ്പ് ലോസും 1% ടാർഗറ്റും. സോ ദാറ്റ് നമ്മളിവിടെ എൻട്രി എടുത്തു, ഒരു മികച്ച എൻട്രി എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. കാരണം ഡയറക്ഷൻ ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ്. അതർവൈസ് നമുക്ക് ഇന്നത്തെ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പ്രോഫിറ്റും സ്റ്റോപ്പ് ലോസും ഒരേപോലെ കിട്ടാൻ സാധ്യതയുള്ള ദിവസമാണ്. സോ ആദ്യത്തെ ട്രേഡ് ലോസ് അടിച്ച സ്ഥിതിക്ക് രണ്ടാമത്തത് നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുള്ളതായിരുന്നു. നമ്മളത് എടുത്തു. പക്ഷേ ഇത് ഇത്രയും മാത്രം താഴത്തേക്ക് വന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസും കൂടെ എടുത്തതിന് ശേഷമാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. സോ ദാറ്റ് ഒരു ട്രേഡർ എന്ന നിലയ്ക്ക് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ട്രേഡിനെ ശരിയാക്കാൻ വേണ്ടി നമുക്കിവിടെ മസിൽ പിടിച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. കാരണം നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ പ്രോഫിറ്റിലേക്ക് മാർക്കറ്റ് പോയാൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. മാർക്കറ്റിനെ പ്രോഫിറ്റിലേക്ക് പുഷ് ചെയ്യാനുള്ള പവർ നമ്മളെ പോലെയുള്ള ഇൻഡിവിജ്വൽസിന് ഇല്ല. സോ ദാറ്റ് നമ്മളവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് കൃത്യമായി ഫോളോ ചെയ്യുക. കാരണം അതുമാത്രമാണ് മാർക്കറ്റിനെ പുഷ് ചെയ്യാൻ കെൽപ്പില്ലാത്ത ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. നഷ്ടം വരുത്തുമ്പോൾ നമ്മളുടെ കണക്കിൽ കൂടുതൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് നമ്മൾ ഇന്ന് നോക്കുമ്പോൾ നമ്മൾ വിജയിച്ചിരിക്കുന്നു. കാരണം നമ്മൾ 1 പോർഷൻ ലോസ് സാധാരണ 150 രൂപ കൊടുക്കുന്നത് അത് തന്നെ നമ്മൾ ഇന്നും കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഈ മാസം നമ്മൾ ഇതുവരെ എല്ലാ ദിവസവും നമ്മളുടെ 1 പോർഷൻ ലോസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. 150, 152 ആ റേഞ്ചിൽ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. പ്രോഫിറ്റ് എടുക്കുമ്പോഴൊക്കെ നമ്മൾ ഇതിൻ്റെ ഇരട്ടിയോളം പ്രോഫിറ്റും എടുക്കുന്നു. ഇതാണ് നമ്മളുടെ രീതി. അപ്പോൾ 1:2 റിസ്ക് റിവാർഡ് കൊണ്ടിട്ട് ഈ വരുന്ന ഇന്നിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 5 ദിവസം നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞു. 20% ആണ് നമ്മളുടെ വിൻ റേഷ്യോ വരുന്നത്. അപ്പോൾ ഈ വരുന്ന 200 ദിവസത്തിൽ ഈ ജസ്റ്റ് റിസ്ക് റിവാർഡ് കൊണ്ട് മാത്രം നമുക്ക് പ്രോഫിറ്റിലെത്താൻ പറ്റും എന്നാണ് മാത്തമാറ്റിക്കലി നമ്മൾ കണ്ടെത്തിയേക്കുന്നത്. അത് ശരിയാണെന്ന് നമുക്ക് ട്രേഡ് ചെയ്ത് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക, കൃത്യമായി റിസ്ക് റിവാർഡ് പാലിക്കുക. നമ്മൾ എൻട്രി എടുക്കേണ്ട നമ്മളുടെ റൂൾസ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതനുസരിച്ച് മാത്രം എൻട്രി എടുക്കുക. അതായത് ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റിവേഴ്സൽ എൻട്രിയാണ് എടുക്കുന്നത്. ഇവിടുന്ന് താഴത്തേക്ക് സെല് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓർഡർ ഇട്ടു, അവിടെ വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു, നമ്മുടെ സ്റ്റോപ്പ് ലോസും ഹിറ്റ് ചെയ്തു. അപ്പോൾ വൺസ് അത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ വീണ്ടും ഇത് മുകളിലേക്ക് പോകാനുള്ള ലക്ഷണങ്ങൾ കാണിച്ചത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് വീണ്ടും സെക്കൻഡ് എൻട്രി എടുത്തു, അതും സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് അത് പോയി. അപ്പോൾ നമ്മളിന്ന് റൂൾസ് ഒന്നും വയലേറ്റ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് ഈ റൂൾസ് കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ബാക്കി എന്താണോ റിസൾട്ട് കിട്ടാനുള്ളത് അത് കിട്ടേണ്ടതാണ്. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് മാനുവലി ഒന്നും ചെയ്യാനില്ലാത്തതാണ്. സോ ദാറ്റ് നമ്മളിന്ന് ഇതുവരെ ചെയ്തേക്കുന്നതെല്ലാം കൃത്യമായി തന്നെയാണ് പോകുന്നത്. അപ്പോൾ അടുത്ത 2 ദിവസങ്ങളിൽ ട്രേഡ് ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, മാർക്കറ്റ് നല്ല വൊളാറ്റൈലാണ്. നമ്മൾ സ്ട്രിക്റ്റ്ലി നമ്മളുടെ 0.5% സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് സ്ട്രക്ചറിനനുസരിച്ചല്ലാതെ വെക്കുന്ന ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്ന ആളെന്ന നിലയ്ക്ക് നമുക്ക് എവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചാലും ഹിറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത 2 ദിവസം നമ്മൾ ട്രേഡ് ചെയ്യാതിരുന്നാൽ, ഒപ്പം തന്നെ ഇത്രയും വൊളാറ്റൈലായിട്ടുള്ള മാർക്കറ്റൊക്കെ നമുക്ക് ഫസ്റ്റ് അനുഭവമാണ്. അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസിൻ്റെ ഒരു അഭാവവും കൂടി ഇവിടെ ഉണ്ട്. സോ ദാറ്റ് കുറച്ച് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന 2 ദിവസം യൂസ് ചെയ്യാം. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, അതിന് ശേഷം നമുക്ക് വീണ്ടും ട്രേഡ് ചെയ്ത് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അടുത്ത ദിവസം കാണാം. ഓക്കെ, താങ്ക് യു.